ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അറബിക് സ്റ്റൈലിലുള്ള ചിക്കൻ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു റൈസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 450 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലിലെ പീസ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂണ് തൈരും കൂടെ, കുറച്ച് കട്ടിയുള്ള തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ തൈര് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങൾക്ക് ഇത് മാരിനേറ്റ് ചെയ്യാതെ ഈ ചിക്കൻ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ മാരിനേറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ മതി. കാരണം ഈ ഒരു റെസിപ്പിയിൽ ഈ ഒരു റൈസിന് കോക്കനട്ട് ഓയിൽ അത്ര ടേസ്റ്റ് കൊടുക്കില്ല. അപ്പോൾ ഓയിൽ ഉണ്ടെങ്കിൽ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗീ അല്ലെങ്കിൽ ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 കഷ്ണം പട്ടയും 4 ഗ്രാമ്പു, 2 ഏലക്ക കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസിലെ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മൾ സവോളൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവോളയും ചിക്കനും കൂടെ നന്നായി മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കനൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലുള്ള പീസ് വേണമെങ്കിൽ എടുക്കുക. അതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്യാതെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ കുറച്ച് നേരം വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മാരിനേറ്റ് ചെയ്യാതെയാണ് ചിക്കൻ വെക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജിഞ്ചർ പേസ്റ്റിനും ഗാർലിക് പേസ്റ്റിനും ഒക്കെ അളവ് കുറച്ചുകൂടി കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഇട്ടുകാരാണ് 1/4 ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 3 ഗ്രീൻ ചില്ലി ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണം ചേർത്തി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മന്തി മസാല അല്ലെങ്കിൽ കപ്സ മസാല ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്തി കൊടുക്കാവുന്നതാണ് ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മാഗിയുടെ ചിക്കൻ ക്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിലും ചേർത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മളെ റൈസിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിതൊന്നും ചേർത്തി കൊടുക്കണില്ല. നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്തി കൊടുത്താൽ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് തക്കാളിയുടെ പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു ചെറിയൊരു പൊട്ടാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൊട്ടാറ്റോ ചേർക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പൊട്ടാറ്റോ ചേർക്കുമ്പോൾ നമുക്ക് റൈസ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ തക്കാളി വേവുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ചേർത്തി കൊടുത്തിട്ടില്ല. തക്കാളിയും അതുപോലെ തന്നെ പൊട്ടറ്റോ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റൈസിന് നല്ലൊരു ഫ്ലേവറാണ് ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, നിർബന്ധമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്തി കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊരു 30 മിനിറ്റ് കുറച്ച് വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്. അപ്പോൾ ആ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഈ റൈസ് നമുക്ക് ഈ ഒരു ചിക്കൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ വെള്ളം വറ്റുന്ന വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചിക്കനും അതുപോലെ തന്നെ റൈസും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആദ്യം ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതിലത്തെ നെയ്യും അതുപോലെ തന്നെ നമ്മൾ ചേർത്തി കൊടുത്തുള്ള ഓയിലൊക്കെ ഈ റൈസിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൈസൊക്കെ
സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അതുപോലെ തന്നെ കട്ടായി പോവില്ല, നല്ല ഭംഗിയുണ്ടാവും ചോറ് കാണാനായിട്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ നമ്മൾ ഈ ഒരു റൈസിലുണ്ടായിരുന്ന ആ ഒരു വെള്ളം വറ്റുന്നവരെ നമുക്കിതൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അടി കരിയാതെ നോക്കണം, ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ട്, നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ജീരകശാല റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഒരു 6 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കനിൽ മാത്രമേ നമ്മൾ ഉപ്പിട്ടിട്ടുള്ളൂ, അപ്പോൾ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വെള്ളം ഒന്ന് വറ്റിയിട്ട് ആ റൈസിൻ്റെ ലെവലിലേക്ക് ആയിട്ടുണ്ട് വെള്ളം. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കരുത്, അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ റൈസൊക്കെ പൊട്ടിപ്പോവും. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ റൈസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കരുത്, ഒറ്റ പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മല്ലിയില ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അറബിക് ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല പുതിന ചമ്മന്തിയുടെ കൂടെ അതുപോലെ തന്നെ റൈത്തയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.